ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ദം ആലു ആണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. 2 ചെറിയ സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കാഷ്യൂ പേസ്റ്റാണ്. ഒരു 10-12 കാഷ്യൂ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് ഓപ്ഷണലാണ്. ഇത് കറിക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ബേബി പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചേക്കുകയാണ്. ഇതപ്പോൾ ഇതുപോലെ ഫോർക്ക് വെച്ച് ഇതുപോലെ കുത്തി കൊടുക്കുക. അപ്പം ഗ്രേവി നന്നായിട്ട് ഇതിൽ പിടിക്കും. പിന്നെ ടൊമാറ്റോ പ്യൂരി എടുത്തിട്ടുണ്ട്. 2 ചെറിയ തക്കാളി മിക്സറിൽ അടിച്ചെടുത്തേക്കുകയാണ്. പിന്നെ ഒരു 100 ഗ്രാം തൈര് എടുത്തിട്ടുണ്ട്. ഇത് പുളിയില്ലാത്ത തൈരാണ്. പിന്നെ ഇത് റൂം ടെമ്പറേച്ചറിലാണ് എടുത്തേക്കുന്നത്. തണുത്ത തൈര് ഒരിക്കലും യൂസ് ചെയ്യരുത്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൈസസ് നോക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡറാണ്. തൈരിന് പുളി ഇല്ലെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 നുള്ള് കസൂരി മേത്തി, 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു ഈ വലുപ്പത്തിൽ പട്ട, 2 ഗ്രാമ്പു, പിന്നെ ഒരു 3-4 ചെറിയ ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും പഞ്ചസാരയും. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് തൈരിലോട്ട് കുറച്ച് മസാലാസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ. അപ്പോൾ ഇത് തൈരിന് പുളി ഇല്ലെങ്കിൽ മാത്രം ഇടുക. ഇത് ഓപ്ഷണലാണ്. നമുക്കിതിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ പുളിയുള്ള തൈരും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിനി പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ബേബി പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കുകയാണ്. ബേബി പൊട്ടറ്റോസ് കിട്ടിയില്ലെങ്കിൽ സാധാരണ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഇച്ചിരി വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം പിന്നെ നമ്മൾ ഗ്രേവിയിൽ ഉപ്പ് ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ പുറത്തൊരു നല്ലൊരു ചെറിയൊരു ഗോൾഡൻ കളർ വരുന്നവരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് കോരി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകം, പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാള ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇനി ഒരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വാട്ടുക.
അപ്പോൾ ഈ കാഷ്യൂ പേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് റോസ്റ്റായി കിട്ടും. ഇപ്പോൾ കാഷ്യൂ പേസ്റ്റ് ഇവിടെ ഒരുവിധം ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ പുളിയുള്ള തൈരാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ഇട്ട് കൊടുത്താലും മതിയാവും, അല്ലെങ്കിൽ കറിക്ക് ഭയങ്കര പുളിയാവും. ഇപ്പോൾ ഇവിടെ തക്കാളി ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ കലക്കി വെച്ച തൈരും മസാലകളുടെ ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിനി നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തൈര് ചിലപ്പോൾ പിരിഞ്ഞു പോയിന്ന് വരും. അപ്പം നമ്മുടെ ഗ്രേവിയിൽ തൈരിങ്ങനെ പിരുപിരാന്ന് കിടക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇനി കസൂരി മേത്തി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഞരടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. നമുക്കിനി റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങി. അപ്പം നമുക്കിനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റിന് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ ദം ആലു എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ അത് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് അടച്ച് വേവിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനൊരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പഞ്ചസാര ഇടുന്നത് കൊണ്ട് കറിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മധുരമൊന്നും എടുത്ത് തോന്നിക്കില്ല. ഇത് എല്ലാ ഫ്ലേവേഴ്സിനും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇടണം എന്നില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദം ആലു റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ജീര റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ പുലാവിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Thank you for watching.